ഹലോ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ പീരിയോഡിക് ഇറിഗേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് എന്ന് പറയുന്നത് 90/25. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 90/25. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഡെസിഗ്നേറ്റഡ് D2 ഈസ് ഇൻ ഡാഷ് mm. ആൻസർ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 700/500/15 അല്ലേ? അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് അല്ലേ? എന്തായിരുന്നു D3? നമ്മൾ 500/350 നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നാൽ മതി. ഇതെന്ത് ചെയ്താൽ മതി? 350 ഇരട്ടിയാണ് 700. ഇവിടെ ഈ വാല്യൂ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ എഴുതണം. ഇതിൻ്റെ ഡബിളാണ് 1000. ഈ വാല്യൂ അതേപോലെ ഇവിടെ എഴുതണം. ഇതിൻ്റെ ഇരട്ടിയാണ് 1400. അവിടെ മാത്രം 1500 ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ 1000. ഇപ്പോൾ ഈ വാല്യൂസ് പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ രണ്ടും 25 ആണ് തിക്നെസ്, ഇവിടെ ആണെങ്കിൽ 15 ആണ് തിക്നെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഏരിയ ഓഫ് A0 പേപ്പർ ഈസ് നിയറസ്റ്റ്. A0 പേപ്പറിന്റെ ഏരിയ എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞു, ഉത്തരം പറഞ്ഞു. അതെ, കറക്റ്റാണ്. A0 പേപ്പറിന്റെ സൈസ് എത്രയാണ്? A0 പേപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ A1ന്റെ സൈസ് എത്രയാണ്? A1 പേപ്പറിന്റെ സൈസ് എത്രയാണ്? A1 പേപ്പറിന്റെ സൈസ് എത്രയാണ്? അതെ, A1 എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ പകുതിയാണ്, 0.5 മീറ്റർ സ്ക്വയർ. A1ന്റെ സൈസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയാണ്, 0.5 മീറ്റർ സ്ക്വയർ. അടുത്ത് A2ൻ്റെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ? 0.25 മീറ്റർ സ്ക്വയർ ആണ്. A3യുടെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി 0.125 മീറ്റർ സ്ക്വയർ. അങ്ങനെ ഏത് സൈസ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിന് തൊട്ട് മുമ്പേ ഉള്ള സൈസിൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രോയിങ് ബോർഡ് ഈസ് മെയ്ഡ് ഓഫ് നാരോ. ഇപ്പം രണ്ടാമത്തെ ആൻസർ ഡി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡ്രോയിങ് ബോർഡ് ഈസ് മെയ്ഡ് ഓഫ് നാരോ സ്ട്രിപ്സ് ജോയിനിങ് ടുഗദർ ബൈ ടങ് ആൻഡ് ഗ്രൗണ്ട് ജോയിൻസ് ടു. എന്താണ് ആൻസർ? എന്തിനാണ് നമ്മൾ നാരോ സ്ട്രിപ്സ് യൂസ് ചെയ്യുന്നത്? അതെ, കറക്റ്റാണ്. എന്താണ്? നമ്മൾ ഡ്രോയിങ് ബോർഡ് ഒരൊറ്റ വലിയ ബോർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരൊറ്റ വലിയ ബോർഡായിട്ടാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് വാർപ്പിംഗ് സംഭവിക്കും അല്ലേ? ഇതുകൊണ്ട് വളഞ്ഞു പോകും അല്ലേ? നമ്മുടെ ഡ്രോയിങ് ബോർഡ് കൊണ്ട് വളഞ്ഞു പോകും. മോയ്സ്ചറിൻ്റെ വ്യത്യാസം കാരണം ഈ ഡ്രോയിങ് ബോർഡ് കൊണ്ട് വളഞ്ഞു പോകും. ഇതിനാണ് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ തടി പീസ് എടുക്കുന്നതിന് പകരം കുറേ നാരോ സ്ട്രിപ്സാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? കുറേ 4 to 6 നാരോ സ്ട്രിപ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന ഏത് ജോയിൻ്റ് വെച്ചിട്ടാണ്? ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് വാർപ്പിംഗ് ആണ്. പ്രിവെൻറ്റ് വാർപ്പിംഗ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ലൈൻ എച്ച് chain thin, thick at ends and change of direction is used to indicate. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. The line H chain thin, thick at ends and changes of direction is used to indicate. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതെ, കറക്റ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കട്ടിംഗ് പ്ലെയിൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ കുറേ ലൈൻസ് ഗ്രാഫിക്സ് പഠിക്കും. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് എച്ച് ലൈൻ ആണല്ലേ? എച്ച് ലൈൻ്റെ എത്രയാണ്? എച്ച് ലൈനാണ് ചോദിച്ചിരിക്കുന്നത്. എച്ച് ലൈൻ എന്തിനാണ്? കട്ടിംഗ് പ്ലെയിൻസ് ആയിട്ടാണ് എച്ച് ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഏത് ലൈന് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചിരുന്നാൽ ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ ഈസ്. ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ ഈസ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു സ്പിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണ്? സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണ്? സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണ്? അതെ, സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എലിപ്സ് ആണ്. സർക്കിളിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എലിപ്സ് ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഏതാണ്? സ്ക്വയറിൻ്റെ ഏതാണ്? സ്ക്വയറിൻ്റെത് റോംബസ് ആണ്. ഓക്കെ, സ്ക്വയറിൻ്റെത് റോംബസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം, ഇറഗുലർ കർവ്സ് neither circles nor circular arcs are drawn by using. അപ്പോൾ ഇറഗുലർ കേർവ്സ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇറഗുലർ കേർവ്സ് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഏത് ടൂളാണ്? ക്വസ്റ്റ്യൻ നേരെ വായിക്കണം. ഇറഗുലർ കേർവ്സ് ആണ്. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇറഗുലർ കേർവ്സ് എന്ന് കേട്ടാൽ നമുക്ക് ആൻസർ അറിയാം. എന്താണ് ആൻസർ? ഫ്രഞ്ച് കേർവ്സ് ആണ് ആൻസർ അല്ലേ? ഇറഗുലർ കേർവ്സ് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ പേരെന്താണ്? ഫ്രഞ്ച് കർവ്. എനി ഷേപ്പ് ഓഫ് കർവ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? എനി ഷേപ്പ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? എനി ഷേപ്പ് എന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ കർവാണ് അല്ലേ? എനി ഷേപ്പ് എന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ കർവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഗോത്തിക് ലെറ്ററിംഗ് ഏഴാമത്തെ ചോദ്യം അല്ലേ? എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് എനി ടു പാർട്സ് ഓഫ് എ കോണിക് ഇൻ എ പാരബോള ഈസ് നോൺ ആസ്. സാധാരണ നമ്മൾ എലിപ്സ് വെച്ചാണ് പറയുന്നത്, പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പാരബോളയുടെ ആണ് അല്ലേ? എ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് എനി ടു പാർട്സ് on a conic in a parabola is known as. കറക്റ്റ് ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ ബി കോഡാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി കോഡാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? In Gothic lettering, the thickness of stem varies from. In Gothic lettering, thickness of stem varies from. Okay, correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1/5 to 1/10
10 ആണ് കറക്റ്റ് ആൻസർ. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഗോത്തിക് ലെറ്ററിങ്ങിൻ്റെ മിനിമം ഹൈറ്റ് എത്രയാണ്? ഗോത്തിക് ലെറ്ററിങ്ങിൻ്റെ മിനിമം ഹൈറ്റ് എത്രയാണ്? ഗോത്തിക് ലെറ്ററിങ്ങിൻ്റെ മിനിമം ഹൈറ്റ് എത്രയാണ്? എത്ര ഹൈറ്റിന് മേളിലാണെങ്കിലാണ് നമ്മൾ ഗോത്തിക് ലെറ്റർ യൂസ് ചെയ്യുന്നത്? ഗോത്തിക് ലെറ്ററിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഹൈറ്റിന് മുകളിലാണ്? 20 mm. 20 mm മുകളിലാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗോത്തിക് ലെറ്ററിങ് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഗോത്തിക് ലെറ്ററിങ് യൂസ് ചെയ്യുന്നത് 20 mm മുകളിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എസ്റ്റിമേറ്റ് ടു നോ ദി അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്രോക്സിമേറ്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ആർക്കും ഒരു സംശയമില്ലാത്ത ക്വസ്റ്റ്യൻ ആണല്ലേ? ഏത് എസ്റ്റിമേറ്റ് ആണ്? പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഓപ്ഷൻ സി, 9ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഫോർ പബ്ലിക് ഹോൾസ്, സിനിമ ഹോൾസ് ആൻഡ് ലൈബ്രറി ബിൽഡിങ്സ് എക്സെട്ര ഡാഷ് ഈസ് മോർ ആക്യുറേറ്റ്. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏത് എസ്റ്റിമേറ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് എന്ന്. നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് സി ആണ് ചിലർ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി, ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ആണ്. ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ്. നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരുപോലുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് വില അറിയാമെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ആക്യുറേറ്റ് ഏതാണ്? ക്യൂബിക് റേറ്റ് മെത്തേഡാണ്. എന്തുകൊണ്ടാണ് പ്ലിന്ത് ഏരിയ വരാത്തത്? പ്ലിന്ത് ഏരിയയിൽ നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യില്ല. നമ്മൾ സിനിമ ഹോളൊക്കെ നമ്മൾ സാറിന് വീട് പോലെയാണോ? ഹൈറ്റ് വ്യത്യാസം കാണും അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഏത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് ആണ് മോർ ആക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? നമ്മൾ സിനിമ തിയേറ്റർ ഒന്നല്ലേ ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഒരുപോലുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് യൂണിറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഹൈറ്റും കൂടെ വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ദ യൂണിറ്റ് ഓഫ് സപ്ലൈയിങ് ആൻഡ് സ്റ്റാക്കിംഗ് സ്റ്റോൺ അഗ്രിഗേറ്റ് 50 mm നോമിനൽ സൈസ് ഈസ്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. സ്റ്റോൺ അഗ്രിഗേറ്റ് 50 mm സൈസുള്ള സ്റ്റോൺ അഗ്രിഗേറ്റിൻ്റെ യൂണിറ്റ് ഏതാണ്? നമ്മൾ ഏത് യൂണിറ്റിലാണ് മേടിക്കുന്നത് അല്ലേ? അത് ആൻസർ സിമ്പിളാണ്. എന്താണ് യൂണിറ്റ്? മീറ്റർ ക്യൂബ് ആണല്ലേ? ഓപ്ഷൻ ബി, ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ദ ക്വാളിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഫോർ RCC ഫ്ലോറിംഗ് ഈസ്. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഫോർ RCC ഫ്ലോറിംഗ് ഈസ്. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പെർ ഡേ ഫോർ RCC ഫ്ലോറിംഗ് ഈസ്. പന്ത്രണ്ടാമത്തെ ചോദ്യം ഉത്തരം പറഞ്ഞേ. പന്ത്രണ്ടാമത്തെ ചോദ്യം ആക്ച്വലി PSC ക്യാൻസൽ ചെയ്ത്. നമ്മൾ പഠിച്ചിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 7.5 അല്ലേ? 7.5 മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്ലോറിങ്ങിന്. നമ്മൾ പഠിച്ചിട്ടുള്ള 7.5 ആണ് RCCക്ക്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 13ാമത്തെ ചോദ്യം. ദി എമൗണ്ട് പെയ്ഡ് every year towards the capital invested by a party is known as. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ക്യാപിറ്റൽ ഇറക്കിയ ആൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടിന് എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ് പറയുന്നത്? അതെ, എമൗണ്ട് പെയ്ഡ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരെന്താണ്? ആനുവിറ്റി എന്നാണ്. നമ്മൾ അങ്ങനെ കൊടുക്കുന്ന എമൗണ്ട് പറയുന്നത്. ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ഇറക്കിയ ആൾക്ക് നമ്മൾ വർഷം ഒരു എമൗണ്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ആനുവിറ്റി എന്നാണ് പറയുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യം. The book value represents. The book value represents.
അതെ, ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്. ആക്ച്വൽ ബുക്ക് കോസ്റ്റ് ആണല്ലേ. നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്, ആക്ച്വൽ ബുക്ക് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, an amount required to deposit by the contractor with tender ഡോക്യുമെന്റിന്റെ കൂടെ കൊടുക്കേണ്ട ഒരു എമൗണ്ട് as guarantee for the department is known as. ഏത് എമൗണ്ട് ആണ്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ടെൻഡർ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്താണ്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമുക്ക് ടെൻഡർ അനുവദിച്ച് കിട്ടിയാൽ, നമുക്കത് പണി ചെയ്യാനുള്ള ഇത് അനുവദിച്ച് കിട്ടിയാലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കും. അപ്പോൾ ആദ്യം ടെൻഡറിന്റെ കൂടെ കൊടുക്കുന്ന എമൗണ്ട് എന്ത് തന്നെയാണ്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. അത് എത്ര ശതമാനമാണ്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എത്ര ശതമാനമാണ്? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, അതെ, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2% അല്ലേ? ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2%. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് ഏരിയ lying between two main floors is known as. ഈ ക്വസ്റ്റ്യനും പി എസ് സി എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞത് ലോഫ്റ്റ് ആണല്ലേ. ഇതിൽ ഉള്ളതിൽ കറക്റ്റ് ആൻസർ ഏകദേശം പറയാൻ പറ്റുന്നത് ലോഫ്റ്റ് ആണ്. പക്ഷേ ലോഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിച്ച്ഡ് റൂഫിന്റെ താഴെ നമ്മൾ തട്ടുംപുറം എന്ന് പറയുന്നില്ല, ഇതാണ് നമ്മൾ ലോഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫ്ലോറിന്റെ ഇടയ്ക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ലോഫ്റ്റിനെ കറക്റ്റ് അല്ല. പക്ഷേ ഓപ്ഷനിൽ ഉള്ളതിൽ കറക്റ്റ് ലോഫ്റ്റ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? പി എസ് സി ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ പ്ലിന്ത് ഏരിയ? പ്ലിന്ത് ഏരിയ എടുക്കുമ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യാത്തത് എന്തൊക്കെയാണ്? എന്താ? അതെ, ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കോർട്ട്യാർഡ് നമ്മൾ എന്തായാലും എന്ത് ചെയ്യില്ല, നടുമുറ്റം നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. പി എസ് സി ക്യാൻസൽ ചെയ്തു. കാരണം പോർച്ച് ഉണ്ടല്ലേ, ഓപ്പൺ പോർച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം, സ്റ്റെയർ കവറും അതുപോലെ ചിലപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യില്ല. കണ്ടീഷൻസ് ഉണ്ട് അല്ലേ, ഇതിലെല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്. ബാൽക്കണി, ഓപ്പൺ ബാൽക്കണി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? പി എസ് സി ക്യാൻസൽ ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. The procedure of valuing an item on the basis of materials and labor used actually is known as. എന്താണ് ഉത്തരം? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, ഡേ വർക്ക് ആണ് അല്ലേ. ഡേ വർക്ക് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ദ മെഷർമെന്റ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ഈസ് ടേക്കൺ ഇൻ ഡാഷ് സ്റ്റേറ്റിംഗ് തിക്നെസ്. മെഷർമെന്റ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്, ഡാം പ്രൂഫ് കോഴ്സിന്റെ യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്ഥിരം പി എസ് സി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, മീറ്റർ സ്ക്വയർ. ഡി പി സിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് തിക്നെസ് എന്തായാലും നമുക്ക് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് എന്ത് തന്നെയാണ്? ഏരിയ ആണ് അല്ലേ, മീറ്റർ സ്ക്വയർ തന്നെയാണ് യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വൈൽ വൈറ്റ് വാഷിംഗ് ഏരിയ ഷാൾ ബി വർക്ക്ഡ് ഔട്ട് ടു നിയറസ്റ്റ്. 20ാമത്തെ ചോദ്യം, വൈറ്റ് വാഷിംഗ് ഏരിയ ഷാൾ ബി വർക്ക്ഡ് ഔട്ട് ടു ദി നിയറസ്റ്റ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ആക്യുറസി എത്രയായിരിക്കണം? 0.01 മീറ്റർ സ്ക്വയർ ആക്യുറസി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ എത്രയാണ് നമുക്ക് അലൗബിൾ? ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത്, ലീനിയർ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് ആക്യുറസി എത്ര വേണം? ഫോർ ലീനിയർ ഡയമെൻഷൻ വർക്ക്ഡ് ഔട്ട് ടു നിയറസ്റ്റ് എത്രയാണ്? ലീനിയർ ഡയമെൻഷൻസ് നമ്മൾ എത്ര അടയ്ക്കേണ്ടത്? മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ആക്യുറസി എത്ര വേണം? അതെ, 0.01
മീറ്റർ ആണ്. ലീനിയർ മെഷർമെൻറ്റ്സിന് 0.01 മീറ്റർ ആണ്. ഏരിയയ്ക്കാണെങ്കിൽ 0.01 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയയ്ക്കാണെങ്കിൽ 0.01 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ദി ആർട്ട് ഓഫ് എക്സ്കവേറ്റിംഗ് സ്റ്റോൺ ഫ്രം ദി റോക്ക് ബെഡ്സ് ഈസ് കോൾഡ്. നമ്മൾ റോക്ക് ബെഡ്സിൽ നിന്ന് സ്റ്റോൺ എടുക്കുന്ന പരിപാടി എന്താണ് പറയുന്നത്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ക്വാറിയിങ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ക്വാറിയിങ് ആണ് അല്ലേ? അടുത്ത് 22ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി? വാട്ട് ഈസ് ദി വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വെൻ സോക്ഡ് ഇൻ കോൾഡ് വാട്ടർ ഫോർ 24 hours? സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 22% ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം, ക്ലാസ് 1 ബ്രിക്കിന്റെ എത്രയാണ്? ക്ലാസ് 1 ബ്രിക്കിന്റെ എത്രയാണ്? ക്ലാസ് 1 ബ്രിക്കിൻ്റെത് 20% അല്ലേ? അപ്പൊ ക്ലാസ് 3യുടെ എത്രയാണ്? ക്ലാസ് 3യുടെ എത്രയാണ്? ക്ലാസ് 1 20% ക്ലാസ് 3യുടെ എത്രയാണ്? ക്ലാസ് 3യുടേത് 25% അല്ലേ? ക്ലാസ് 3യുടെ 25%. ഇത് സ്ഥിരം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇത് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ലൈം കണ്ടെയ്നിങ് മോർ ദാൻ 30% ഇംപ്യൂരിറ്റീസ് ലൈക്ക് ക്ലേ ഈസ് കോൾഡ്. 30% മുകളിൽ ക്ലേ ഉള്ള ലൈമിനെ നമ്മൾ എന്ത് ലൈം എന്ന് വിളിക്കും? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പൂവർ ലൈം ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ 5% താഴെ ക്ലേ ഉള്ള ലൈമിനെ നമ്മൾ എന്ത് ലൈം എന്ന് വിളിക്കും? 5% താഴെ മാത്രം ക്ലേ ഉള്ള ലൈമിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലേ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഉള്ള ലൈമിനെ നമ്മൾ എന്ത് വിളിക്കും? ഫാറ്റ് ലൈം എന്ന് വിളിക്കും അല്ലേ? ഫാറ്റ് ലൈം എന്ന് വിളിക്കാം, പ്യൂർ ലൈം എന്ന് വിളിക്കാം, റിച്ച് ലൈം എന്ന് വിളിക്കാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 30% കൂടെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പൂവർ ലൈം എന്ന് പറയും. 5% താഴെയാണെങ്കിൽ നമ്മൾ ഫാറ്റ് ലൈം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ടെമ്പറേച്ചർ ഇൻ ബേണിംഗ് സോൺ വൈൽ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്? സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1400 മുതൽ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഏത് ക്ലിന്നിലാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്? ഏത് ക്ലിന്നിലാണ് ഉണ്ടാക്കുന്നത്? സിമെന്റ് ഉണ്ടാക്കുന്ന ഏത് ക്ലിന്നിലാണ്? അത് കറക്റ്റാണ്, റോട്ടറി ക്ലിന്നിലാണ് അല്ലേ? റോട്ടറി ക്ലിന്നിൽ എത്ര ടെമ്പറേച്ചറിൽ? 1400 മുതൽ 1500 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സിമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ റോട്ടറി ക്ലിന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ദാറ്റ് ഇൻക്രീസസ് ദി ഫ്ലോ എബിലിറ്റി ആൻഡ് റെഡ്യൂസ് വാട്ടർ സിമെന്റ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ്? ഏതാണ് ആൻസർ? 25ന്റെ ആൻസർ. അതെ, 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സൂപ്പർ പ്ലാസ്റ്റിസൈസസ് അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാ പ്ലാസ്റ്റിസൈസറും സൂപ്പർ പ്ലാസ്റ്റിസൈസറും യൂസ് ചെയ്യുന്നത്? നമ്മൾ സിമെന്റിൽ വാട്ടർ സിമെന്റ് റേഷ്യോ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? സിമെന്റ് കുറച്ചും കൂടെ വർക്കബിൾ ആവും. നമുക്ക്
വർക്ക് ചെയ്യാൻ എളുപ്പമാവും, പക്ഷേ സ്ട്രെങ്ത് കുറയും. വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുന്ന സമയത്ത് വർക്കബിൾ ആവും, പക്ഷേ സ്ട്രെങ്ത് കുറയും. ഇപ്പോൾ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വെള്ളത്തിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൻ്റെ അളവ് കൂട്ടാതെ തന്നെ വർക്കബിലിറ്റി കൂട്ടാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്ട്രെങ്തിനെയും അഫക്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ചോദ്യം. വൈ അവോയ്ഡ് ദ യൂസ് ഓഫ് സീ സാൻഡ് ഫോർ എഞ്ചിനീയറിംഗ് വർക്ക്സ്? നമ്മൾ എന്തുകൊണ്ടാണ് സീ സാൻഡ് യൂസ് ചെയ്യാത്ത എഞ്ചിനീയറിംഗ് വർക്ക്സിന്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഈ എന്ത് ചെയ്യും, ഉപ്പുരസം എന്ത് ചെയ്യും, വെള്ളത്തിനെ അബ്സോർവ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, എപ്പോഴും ഒരു നനവ് കാണും, ഒരു ഡാംനെസ് കാണും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, കോസസ് ഡാംനെസ് ആൻഡ് എഫ്ലോറസൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. A term which is used to indicate substances that are able to resist high temperature. High temperature resist ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും പറയും? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, റിഫ്രാക്ടറീസ് അല്ലെ. റിഫ്രാക്ടറി ബ്രിക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റിഫ്രാക്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്, ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന് നമ്മൾ ജനറൽ ടേമിൽ യൂസ് ചെയ്യുന്ന ടേമാണ് റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The mortar having bulk density of 15 kilonewton per meter cube, 15 kilonewton per mm cube or more is known as. The mortar having bulk density of 15 kilonewton per mm cube or more is known as. 15 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? 15 കൂടുതലാണ് വാല്യൂ എങ്കിൽ നമ്മൾ ഹെവി മോട്ടാർ എന്ന് വിളിക്കും അല്ലേ. ഓപ്ഷൻ എ ഹെവി മോട്ടാർ എന്ന് വിളിക്കും. 15 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ താഴെയാണെങ്കിൽ നമ്മൾ ലൈറ്റ് മോട്ടാർ എന്ന് വിളിക്കും. 15 കിലോന്യൂട്ടൺ പെർ mm ക്യൂബിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ലൈറ്റ് മോട്ടാർ. ഓക്കെ അല്ലേ? അടുത്ത 29ാമത്തെ ചോദ്യം. ദ പ്രോസസ് വിച്ച് എക്സ്പെൽസ് entrapped air. The process which expels entrapped air from freshly placed concrete and packs the aggregate particles together and increase the density of concrete is called. 29ാമത്തെ ചോദ്യം. The process which expels entrapped air from freshly prepared concrete and packs the aggregate particles together and increase the density of concrete. എന്താണ് ആൻസർ? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടേം കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് എന്നാണല്ലേ. നമ്മൾ വൈബ്രേറ്റർ വെച്ച് കോൺക്രീറ്റിനെ കോമ്പാക്ട് ചെയ്യാറുണ്ട്. അല്ലെ നമുക്ക് എന്ത് പറയാം? കൺസോളിഡേഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. The timber which is fully or partially covered with resin and then cured at a temperature of about 150 to 160 degrees Celsius is known as. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റെസിൻ വെച്ച് കവർ ചെയ്തു, എന്നിട്ട് നമ്മൾ ക്യൂർ ചെയ്ത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൊടുത്താണ് ക്യൂർ ചെയ്തത്. എന്താണ് ആൻസർ? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടിമ്പർ ആണ് അല്ലേ. ഇംബർഗ് ടിമ്പർ ആണ് ആൻസർ എന്ന് പറയുന്നത്. എന്നാൽ വേറൊരു ചോദ്യം. നമ്മൾ റെസിനിൽ മുക്കി, പക്ഷെ നമ്മൾ ക്യൂർ ചെയ്യുന്നത് പ്രഷർ കൊടുത്താണെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് പറയും? നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ക്യൂർ ചെയ്യുന്നതെങ്കിൽ എന്ത് പേര് പറയും? നമ്മളതിനെ കംബർഗ് ടിമ്പർ എന്ന് പറയും അല്ലേ. കംബർഗ് ടിമ്പർ. പ്രഷർ കൊടുത്തിട്ടാണ് ക്യൂർ ചെയ്യുന്നതെങ്കിൽ കംബർഗ് എന്നും പറയും. ടെമ്പറേച്ചർ കൊടുത്താണ് ക്യൂർ ചെയ്യുന്നതെങ്കിൽ ഇംബർഗ് ടെമ്പർ എന്നും പറയും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. A substance which hold the ingredients of a paint in a liquid suspension is called. A substance which hold the ingredients of paint in a liquid suspension is called. Answer ഏതാ? 31ാമത്തെ ചോദ്യം. അതെ, ഏതാണ് സബ്സ്റ്റൻസ്? എന്താണ് ഇതിന്റെ പേരെന്താണ്? വെഹിക്കിൾ ആണല്ലേ. വെഹിക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്? പെയിന്റിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസിനെയും സസ്പെൻഷനിൽ കീപ്പ് ചെയ്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത് വെഹിക്കിളാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വെഹിക്കിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും.
An alloy of copper and tin is known as. An alloy of copper and tin is known as. An alloy of copper and tin is known as. കറക്റ്റ് ആൻസർ തന്നത് ബ്രോൺസ് ആണ്. കോപ്പർ പ്ലസ് ടിൻ എന്ന് പറയുന്നതിൻ്റെ അലോയ് എന്താണ്? ബ്രോൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഹൊറിസോണ്ടൽ മെമ്പർ? വാട്ട് ഈസ് ദി നെയിം ഓഫ് എ ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു വാൾ ഇൻ സിംഗിൾ സ്കഫോൾഡിംഗ്? പാരലൽ ടു വാൾ ഇൻ എ സിംഗിൾ സ്കഫോൾഡിംഗ്. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലെഡ്ജേഴ്സ് ആണല്ലേ. നമുക്കിങ്ങനെ മതിലുണ്ട്, മതിലിന് പെർപെൻഡിക്കുലർ അല്ല, മതിലിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്ന എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് പറയില്ലേ, സ്റ്റാൻഡേർഡ്സ് വെക്കും. എന്നിട്ട് നമ്മൾ വെർട്ടിക്കൽ വെക്കുന്നതിനെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും, വെർട്ടിക്കൽ വെക്കുന്നതിനെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. ഹൊറിസോണ്ടൽ വെക്കുന്നതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ ലെഡ്ജർ എന്ന് പറയില്ലേ, ലെഡ്ജർ എന്ന് പറയും. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഈ ലെഡ്ജറിന്റെ മുകളിൽ മതിലിന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്നതിന് നമ്മൾ എന്ത് പറയും? വെർട്ടിക്കലായിട്ട് വെക്കുന്നതിന് സ്റ്റാൻഡേർഡ് എന്ന് പറയും. ഹൊറിസോണ്ടലായിട്ട് വെക്കുന്നതിന് നമ്മൾ ലെഡ്ജർ എന്ന് പറയും. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മതിലിന് പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്ന ഈ മെമ്പറിന് എന്ത് പറയും? പുട്ട് ലോഗ് എന്ന് പറയും അല്ലേ, പുട്ട് ലോഗ് എന്ന് പറയും. പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്ന മെമ്പറിന് നമ്മൾ പുട്ട് ലോഗ് എന്ന് പറയും. അതുപോലെ ഈ സ്റ്റാൻഡേർഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റേക്കർ കൊടുക്കുന്നത് അല്ലേ, റേക്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How many days after casting the formwork the beam soffit can be removed? ബീമിന്റെ സോഫിറ്റ് എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് മാറ്റാം? ആൻസർ പറഞ്ഞു. മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ്. ബീമിന്റെ അണ്ടർ പോർഷൻ സോഫിറ്റ് നമുക്ക് എത്ര സമയം, ഫോം വർക്കിന്റെ അണ്ടർ പോർഷൻ സോഫിറ്റ് നമുക്ക് എത്ര സമയം കഴിയുമ്പോൾ മാറ്റാം? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 7 ദിവസമാണ് അല്ലേ. കറക്റ്റ് ആൻസർ എന്ന ഓപ്ഷന് 7 ദിവസമാണ്. നമ്മുടെ കോഡിൽ ആ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കോഡിൽ ആ വാല്യൂസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, തെറ്റിപ്പോരുത്. 3 ദിവസം എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? 3 ദിവസം എന്ന് പറയുന്നത് സ്ലാബിൻ്റെ ആണല്ലേ. 3 ദിവസം എന്ന് പറയുന്നത് സ്ലാബിൻ്റെ ആണ്. ബീമിൻ്റെ സോഫിറ്റ് എത്രയാണ്? ബീമിൻ്റെ സോഫിറ്റ് 7 ദിവസമാണ്. സ്ലാബിൻ്റെ സോഫിറ്റ് ആണ് 3 ദിവസം. തിരിഞ്ഞു പോകരുത്, തെറ്റിപ്പോകരുത്, പഠിച്ചോണം, വാല്യൂസ് കാണാൻ പഠിക്കണം. അതുപോലെ വെർട്ടിക്കൽ ഫേസൊക്കെ മാറ്റുന്നത് 16 മുതൽ 24 മണിക്കൂർ. അതുപോലെ നമ്മുടെ പ്രോപ്സ് താഴെ വെക്കുന്ന പ്രോപ്സ് മാറ്റുന്ന ടൈമും കറക്റ്റായിട്ട് പഠിച്ചോണം. സ്ലാബ്സിനാണെങ്കിൽ 4.5 മീറ്ററിന് താഴെയാണെങ്കിൽ 7 ദിവസവും 4.5 മീറ്ററിന് മുകളിലാണെങ്കിൽ 14 ദിവസം. ബീമിനാണെങ്കിൽ 6 മീറ്റർ താഴെയാണെങ്കിൽ 14 ദിവസവും 6 മീറ്ററിന് മുകളിലാണെങ്കിൽ 21 ദിവസം. അപ്പോൾ ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യും? കാണാതെ പഠിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Safe bearing capacity of soil is equal to. Safe bearing capacity of soil is equal to. Option. Safe bearing capacity of soil is equal to. മുപ്പത്തഞ്ചാമത്തെ ചോദ്യം. സിമ്പിളാണ്. എന്താണ്? സേഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സേഫ് കിട്ടാൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്താൽ പോരെ. സേഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അൾട്ടിമേറ്റ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്താൽ മതി. കറക്റ്റ് ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിനിമം ക്ലിയർ കവർ ഫോർ കോളംസ് ഷുഡ് ബി. കോളംസിന് കൊടുക്കേണ്ട മിനിമം ക്ലിയർ കവർ എത്രയാണ്? അതെ, കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. 40 mm ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഫൗണ്ടേഷൻ കൊടുക്കേണ്ട എത്രയാണ്?
ഫൗണ്ടേഷന് കൊടുക്കേണ്ട മിനിമം ക്ലിയർ കവർ എത്രയാണ്? ഫൗണ്ടേഷന് കൊടുക്കേണ്ട മിനിമം ക്ലിയർ കവർ എത്രയാണ്? ഫൗണ്ടേഷൻ കൊടുക്കേണ്ട മിനിമം ക്ലിയർ കവർ എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ അല്ലേ? കോളത്തിൻ്റെ 40 mm ആണ്, നമ്മുടെ ഫൗണ്ടേഷൻ്റെ 50 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ചോദ്യം. യൂണിറ്റ് വെയിറ്റ് ഓഫ് 25 mm ഡയമീറ്റർ ബാർ ഈസ്. 25 mm ഡയമീറ്റർ ബാറിന്റെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് പെർ മീറ്റർ എത്രയാണ്? ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. എന്നാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? വെയിറ്റ് പെർ മീറ്റർ ഓഫ് ഡി സ്ക്വയർ ബൈ 162 ചെയ്താൽ മതി അല്ലേ? ഡി സ്ക്വയർ ബൈ 162. ഡി നമ്മൾ mm കൊടുക്കണം അല്ലേ? ഇപ്പം ഇവിടെ എത്രയാണ്? 25 mm ആണല്ലേ? ഇപ്പോൾ 25 സ്ക്വയർ ഡിവൈഡ് ബൈ 162. 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 625 ഡിവൈഡ് ബൈ 162. ഏകദേശം വാല്യൂ വരുന്നത് 3.85 ആണ്. ഏകദേശം വാല്യൂ വരുന്നത് 3.85 കിലോഗ്രാം പെർ മീറ്റർ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത 38ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് സ്കഫോൾഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ പെയിന്റിംഗ് ഇൻ ഹൈ റൈസ് ബിൽഡിങ്സ്? ഹൈ റൈസ് ബിൽഡിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പെയിന്റിങ്ങിന് യൂസ് ചെയ്യുന്നത് അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് ആണ്. എന്താണ്? സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈ റൈസ് ബിൽഡിങ്സിലൊക്കെ പെയിന്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. അങ്ങനെയാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ബ്രിക്ക് മേസൺറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സ്കഫോൾഡിംഗ് ആണ്? ബ്രിക്ക് മേസൺറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സ്കഫോൾഡിംഗ് ആണ്? ബ്രിക്ക് മേസൺറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സ്കഫോൾഡിംഗ് ആണ്? ബ്രിക്ക് മേസൺറി നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്കഫോൾഡിംഗ് ആണല്ലേ? സിംഗിൾ സ്കഫോൾഡിംഗ് ആണ് നമ്മൾ ബ്രിക്ക് മേസൺറിക്ക് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റോൺ മേസൺറിക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റോൺ മേസൺറിക്ക് യൂസ് ചെയ്യുന്നത് ഏത് സ്കഫോൾഡിംഗ് ആണ്? സ്റ്റോൺ മേസൺറിക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ്? അല്ല, ബ്രിക്ക് മേസൺറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ആണ്. സ്റ്റോൺ മേസൺറിക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റോൺ മേസൺറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സ്കഫോൾഡിംഗ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക. ഈ രണ്ട് കാര്യവും, സിംഗിൾ സ്കഫോൾഡിംഗ് നമ്മൾ ബ്രിക്ക് മേസൺറിക്കും, ഡബിൾ സ്കഫോൾഡിംഗ് നമ്മൾ സ്റ്റോൺ മേസൺറിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. ദി വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് എ ഫിനിഷ്ഡ് ഓപ്പണിംഗ് ഫോർ ഡോർ ആൻഡ് വിൻഡോസ് ഈസ് നോൺ എസ്. എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെർട്ടിക്കൽ സൈഡ്സ്, ഡോറിനെ വിൻഡോ വെക്കുന്ന സമയത്ത് ആ വെർട്ടിക്കൽ സൈഡ്സ് നമ്മൾ എന്ത് പേര് പറയും? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ജാമ്പാണ് കറക്റ്റ് ആൻസർ. എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ഫ്രോഗ് ഇൻ എ ബ്രിക്ക്? ഫ്രോഗിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ഫ്രോഗ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം? ഡിപ്രഷൻ ആണല്ലേ? നമ്മുടെ ബ്രിക്കിലൊരു ചെറിയ ഡിപ്രഷൻ നമ്മൾ കൊടുക്കും. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഫ്രോഗ് എന്ന് പറയുന്നത്. അതിന്റെ പർപ്പസ് എന്താണ്? അതെ, കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. ടു ഇംപ്രൂവ് ബോണ്ടിങ് വിത്ത് മോർട്ടാർ. നമ്മൾ മോർട്ടാർ വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് മോർട്ടാർ കയറും, അതുകൊണ്ട് ബോണ്ടിങ് കുറച്ചും കൂടെ കൂടും. ഇപ്പോൾ ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫ്രോഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫ്രോഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു ഡിപ്രഷൻ ആയിരുന്നല്ലേ? ബ്രിക്കിൻ്റെ മുകളിൽ നമ്മൾ ബ്രിക്കിൻ്റെ സർഫസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിപ്രഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രോഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് കോഫർ ഡാം ഇൻ കൺസ്ട്രക്ഷൻ? കോഫർ ഡാം എന്തിനാണ് കൊടുക്കുന്നത്? 41ാമത്തെ ചോദ്യം.
അതെ, കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി ആണ്. ടു പ്രിവെൻറ്റ് വാട്ടർ എൻ്ററിങ് ദി കൺസ്ട്രക്ഷൻ ഏരിയ. നമ്മൾ എന്തിനാണ്, നമ്മൾ സൈഡിൽ ഫുള്ള് വെള്ളമുള്ള സ്ഥലത്താണ് ഈ കോഫർ ഡാം കൊടുക്കുന്നത് അല്ലേ. കോഫർ ഡാം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അകത്തുള്ള വെള്ളത്തിനെ ഡ്രെയിൻ ചെയ്ത് കളയും. പിന്നെ അകത്തോട്ട് എന്ത് ചെയ്യില്ല, വെള്ളം കയറില്ല. നമുക്കകത്ത് കൺസ്ട്രക്ഷൻ ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കോഫർ ഡാം പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ഈസ് നോൺ എസ്. ദ എൻഡ് സപ്പോർട്ട് ഓഫ് ആൻ ആർച്ച് ഈസ് നോൺ എസ്. The end support of an arch is known as. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, അബട്ട്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആർച്ചിന് നമ്മൾ എന്ത് പേര് പറയും, ഗ്രൂപ്പ് ഓഫ് ആർച്ചിന് നമ്മൾ എന്ത് പേര് പറയും, ഗ്രൂപ്പ് ഓഫ് ആർച്ചിന് നമ്മൾ എന്ത് പേര് പറയും? ഗ്രൂപ്പ് ഓഫ് ആർച്ചിന് നമ്മൾ എന്ത് പറയും, ആർക്കേഡ് എന്ന് പറയും അല്ലേ. ഗ്രൂപ്പ് ഓഫ് ആർച്ചിന് നമ്മൾ എന്ത് പറയും, ആർക്കേഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തുള്ള സപ്പോർട്ട്സിന് നമ്മൾ എന്ത് പറഞ്ഞു, അബട്ട്മെന്റ് എന്ന് പറഞ്ഞു. അകത്തുള്ള സപ്പോർട്ടിന് നമ്മൾ എന്ത് പേര് പറയും, അകത്തുള്ള സപ്പോർട്ടിന് നമ്മൾ എന്ത് പേര് പറയും? അകത്തുള്ള സപ്പോർട്ട് നമ്മൾ എന്ത് പറയും, പിയർ എന്ന് പറയും അല്ലേ. അകത്തുള്ള സപ്പോർട്ട് നമ്മൾ എന്ത് പറയും, പിയർ എന്ന് പറയും. പുറത്തുള്ള നമ്മൾ എന്ത് പറയും, ആർക്കേഡ് എന്ന് പറയും. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം. ദ ലോവർ ഹാഫ് ഓഫ് ആർച്ച് ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക് ഈസ് നോൺ എസ്. എന്ത് പറയും? 43ാമത്തെ ചോദ്യം. ദ ലോവർ ഹാഫ് ഓഫ് ദി ആർച്ച് ബിറ്റ്വീൻ ദ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക് ഈസ് നോൺ എസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ഹാഫ് പോർഷൻ ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഹോച്ചിനെയാണ്. അടുത്ത ദ അപ്പെക്സ് ലൈൻ, ദി അപ്പെക്സ് ലൈൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഈസ് നോൺ എസ്. ദി അപ്പെക്സ് ലൈൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഈസ് നോൺ എസ്. 44ാമത്തെ ചോദ്യം. ദി അപ്പെക്സ് ലൈൻ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ് ഈസ് നോൺ എസ്. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, റിഡ്ജ് ലൈൻ, റിഡ്ജ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. 45ാമത്തെ ചോദ്യം. ദ ഇൻക്ലൈൻഡ് സ്ട്രക്ചറൽ മെമ്പർ സപ്പോർട്ടിംഗ് ദ റൂഫ് കവറിംഗ് ഈസ് കോൾഡ്. ദ ഇൻക്ലൈൻഡ് സ്ട്രക്ചറൽ മെമ്പർ സപ്പോർട്ടിംഗ് ദ റൂഫ് കവറിംഗ് ഈസ് കോൾഡ്. നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം. ദ ഇൻക്ലൈൻഡ് സ്ട്രക്ചറൽ മെമ്പർ സപ്പോർട്ടിംഗ് ദ റൂഫ് കവർ. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറിന്റെ പേര് എന്താണ്, റാഫ്റ്റർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പറിന്റെ പേര് റാഫ്റ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഈ റൂഫ് കവറിങ് ഫിക്സ് ചെയ്തിട്ടുള്ള ഏത് മെമ്പറിലാണ്? റൂഫ് കവറിങ് ഫിക്സ് ചെയ്തിട്ടുള്ള ഏത് മെമ്പറിലാണ്? റൂഫ് കവറിങ് സപ്പോർട്ട് ചെയ്യുന്നത്, റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റാഫ്റ്റർ ആണ്, ഓക്കെ ആണ്. റൂഫ് കവറിങ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഏത് മെമ്പറിലാണ്? റൂഫ് കവറിങ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഏത് മെമ്പറിലാണ്? അതെ, കറക്റ്റ് ആൻസർ എന്താണ്, ബാറ്റൺ ആണ് അല്ലേ. റൂഫ് കവറിങ് സപ്പോർട്ട് ചെയ്യുന്ന റാഫ്റ്റർ ആണ്, ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാറ്റൺസിലാണ്. സ്ട്രക്ചറൽ മെമ്പർ സപ്പോർട്ടിങ് ഏതെന്ന് ചോദിച്ചാൽ റാഫ്റ്ററാണ് ഉത്തരം, അതുപോലെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ബാറ്റൺസിലാണ്. തെറ്റിപ്പോയി, ഈ രണ്ട് ക്വസ്റ്റ്യനും മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ വാലി in a sloping roof is. A valley in a sloping roof is. 46ാമത്തെ ചോദ്യം. A valley in a sloping roof is. അതെ, കറക്റ്റ് ആൻസർ ഒന്നും എന്താണ്, ഓപ്ഷൻ ബി ആണ്. ദ പോയിന്റ് വെയർ ടു സ്ലോപ്പിംഗ് റൂഫ്സ് മീറ്റ്
to form an internal angle. The point where two sloping roof join to form an internal angle ആണ് എന്ത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയുടെ ആൻസർ എന്താണ്? The point where two sloping roof meet to form an external angle. അതിൻ്റെ ഉത്തരം ഏതാണ്? എന്താണ് ഉത്തരം? എന്താണ് എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകുന്ന ഏതിലാണ്? The point where two sloping roofs meet to form an internal angle ആണ് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? ഹിപ്പാണ് ആൻസർ അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക, ഇന്റേണൽ ആംഗിൾ ആണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ ആൻസർ എന്താണ്? ഇന്റേണൽ ആംഗിൾ ആണ് കാണുന്നതെങ്കിൽ വാല്യൂ ആണ്. എക്സ്റ്റേണൽ ആംഗിൾ എന്നാണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ ഹിപ്പാണ് ആൻസർ. വെരി ഗുഡ്. അടുത്ത ചോദ്യം. Which type of flooring is considered eco-friendly and sustainable? ഇതിൽ ഏതാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ബാംബു ഫ്ലോറിംഗ് ആണല്ലേ. പെട്ടെന്ന് നമുക്ക് ബാംബു കിട്ടും അല്ലേ? പെട്ടെന്ന് ബാംബു കിട്ടും, പെട്ടെന്ന് ഇത് വളരുകയും ചെയ്യും അല്ലേ? അതുകൊണ്ട് ബാംബു ഫ്ലോറിംഗ് ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയെല്ലാം നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഭൂമി നശിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അടുത്ത ചോദ്യം. ഈ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തതാണ്. നമുക്ക് നോക്കാം. ഇതും ക്യാൻസൽ ചെയ്തു. 48ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് വുഡൻ ഫ്ലോറിംഗ്? ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. അത് നോക്കാം. വാട്ട് ഈസ് ദി മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് വുഡൻ ഫ്ലോറിംഗ്? അതെ, നമുക്ക് വുഡൻ ഫ്ലോറിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുപോലെ ബാക്കിയുള്ള ഫ്ലോറിംഗ് നോക്കുന്ന സമയത്ത് ഡ്യൂറബിലിറ്റിയും കുറച്ച് കുറവാണ്. അതുപോലെ മോയ്സ്ചർ കണ്ടന്റും കൂടുതൽ അബ്സോർവ് ചെയ്യും. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. പക്ഷെ നമുക്ക് ഏകദേശം കറക്റ്റ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് തന്നെയാണ്. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത 49ാമത്തെ ചോദ്യം. The process of joining steel components by melting and fusing them together is called. എന്താണ്? The process of joining steel components by melting and fusing them together is known as. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണ് മെൽറ്റ് ചെയ്ത് നമ്മൾ ചേർത്ത് വെക്കുന്നതിന് എന്താണ് പറയുന്നത്? വെൽഡിങ് എന്നാണ് ഉത്തരം പറയുന്നത് അല്ലേ? വെൽഡിങ് എന്നാണ് ഉത്തരം പറയുന്നത്. ഇപ്പോൾ കറക്റ്റ് ആൻസർ 49ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, വെൽഡിങ് ആണ്. അടുത്ത ചോദ്യം. ഫോർ എ യു ഷേപ്ഡ് ഹൂക്ക്, നമുക്കറിയാം ഒരു ഹൂക്ക് ഉണ്ടല്ലേ? നമ്മളിങ്ങനെ ബാറിൽ ഹൂക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോർ എ യു ഷേപ്ഡ് ഹൂക്ക് the additional length required for one hook is. ഒരു ഹൂക്കിന് വേണ്ട അഡീഷണൽ ലെങ്ത് എത്ര? ഇതാണ് നമ്മുടെ ബാറിന്റെ ലെങ്ത്. അഡീഷണൽ ആയിട്ട് എത്ര ലെങ്ത് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഹൂക്കിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 9D ആണ് ആൻസർ. അപ്പൊ ടോട്ടൽ ലെങ്ത്, രണ്ട് സൈഡിലും ഹൂക്ക് ഉണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണ്? രണ്ട് സൈഡിലും ഹൂക്ക് ഉണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ബാറിന്റെ ലെങ്ത് എല്ലാം ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണ്? രണ്ട് സൈഡിലും ഹൂക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ, L + 18D ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു സൈഡിലെ മാത്രമാണ്. ആൻസർ എന്ന് പറയുന്നത് 9D ആണ്. ഓപ്ഷൻ എ ആണ്. പിന്നെ 50 ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീർന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ബാക്കി 50 ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു വെരി മച്ച്.